അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൈസൂരിലാണുള്ളത്. മൈസൂർ ഓഫീസിലാണ്. നാഗ്പൂരിൽ നിന്ന് അരി മൈസൂർക്ക് കൊടുത്തിട്ട് ഇവിടെ ഇറക്കിക്കാണ്ട് ഇപ്പോൾ ഓഫീസിലാണ് ഉള്ളത്. അല്ല ഇത് ഇവിടെ പാർക്കിങ്ങിലുള്ളൊരു മരമാണ്. ഇലല്ല, ഫുള്ള് ഇത് പൂവ് മാത്രമേ ഉള്ളൂ. നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട്, നമ്മളെ ഈ മഹാരാഷ്ട്രക്കാരൊക്കെ വണ്ടി കാണിച്ചുതരാം. അപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ കുറേ ദിവസമായിട്ട് കിടക്കുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗത്തോ എന്താ ഉള്ള ആൾക്കാർ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കർണാടക, ഇത് ഡൽഹി വണ്ടിയായിരുന്നു. ഇപ്പോൾ കർണാടകയ്ക്ക് നമ്പർ ആക്കിയിട്ടുണ്ട്. കർണാടകയിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ വണ്ടിയിൽ പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിർത്ത വീഡിയോ ആണ് ഞാനിത്. ഇതിൻ്റെ ഉൾഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവറിൻ്റെ സൈഡിലുള്ള ഗ്ലാസ് കൂടെ മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. ലെഫ്റ്റ് സൈഡ് കൂടെ ഒന്നും കാണില്ല. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. മലപ്പുറം കോടൂർക്കാണ് ലോഡായിട്ടുള്ളത്. അരി ലോഡാണ്. 1,100 പെർ ടണ്ണ്. അതാണ് നമുക്ക് വാടക ഉള്ളത്. കൂട്ടി പറഞ്ഞത് എന്തിനാ വെറുതെ? കുറച്ച് പറയല്ലാതെ കൂട്ടി പറയാൻ പറ്റൂല. അത് കൂട്ടാൻ നിൽക്കല്ലേ. ഒരു കൂട്ടി പറഞ്ഞിട്ട് ആരെ തരുന്നു നമുക്ക്? എങ്ങനാ നോക്കണ്ട. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ലോഡ് കയറ്റാ, തിരിച്ചു പോവുക. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പനി. അജ്മിൻ്റെ ട്രെയിലർ ലോഡായിക്കാണ് പോകണ്ടല്ലേ. പാടത്തിന് നടുക്കില്ലേ, ചുറ്റുപോകാൻ പാടും. അത് ട്രെയിലറാ, അജ്മിൻ്റെ ട്രെയിലറാ. അജ്മി മതി. ആയിക്കോട്ടെ, അജ്മി മതി, ആയിക്കോട്ടെ. ഒരു ലോഡായി കണ്ട് പുറത്തിറങ്ങാം. ഇറങ്ങിയപ്പോൾ നമുക്കാണ് കയറാൻ. കമ്പനിക്കുള്ള പഞ്ചായത്ത് റോഡ്. അപ്പോൾ അജ്മിൻ്റെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെൽപ്പാടങ്ങൾക്ക് നടുവിലുള്ള മില്ല. കമ്പനിയുടെ ചുറ്റുമാകും നെൽപ്പാടാണ്. നല്ല രസമായിട്ടുണ്ട് കാണാൻ. അപ്പോൾ അജ്മിൻ്റെ വണ്ടി ലോഡ് കയറ്റി കഴിഞ്ഞ് ഫുള്ളായി. ഒരു പായടിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ സെക്കൻഡ് ട്രാക്കിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളിത് ലോഡിങ്ങിന് നിർത്തിയിട്ടുണ്ട്. ലോഡിങ് സ്റ്റാർട്ടായിട്ടില്ല. ഫുള്ള് ചുറ്റുമാകും പാടാണ്. എന്താ രസം കാണാനറിയാം. ഇനി ഇബല മില്ലേറെ പാടം തന്നെ ആണോ എന്താണ് അറിയില്ല. നമ്മളെ ലോഡിങ് സ്റ്റാർട്ടായിക്കണം. ആകെ എത്ര ലൈൻ ഇട്ടുണ്ട്? എത്ര ലൈൻ ഇട്ടുണ്ട്? ലൈൻ ഇട്ടില്ല. ഏനാ അപ്പുറത്തുനിന്നോ? അതോട് കയറ്റടങ്ങിയപ്പോൾ രണ്ട് ഐറ്റംസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ മില്ലിൽ നിന്ന് നമുക്ക് 10 ടണ്ണ് അരി ഉള്ളത്. വില തന്നെ വേറെ മില്ല് 2 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. 15 ടണ്ണ് ബാക്കി അവിടെ നിന്ന് കയറ്റാനുള്ളത്. അപ്പം പിന്നെ വില ബ്രിഡ്ജിൽ തൂക്കിയിട്ട് ആ മില്ലിലേക്ക് പോകണം. അപ്പോൾ രണ്ടാമത്തെ മില്ലാണ് കാണേണ്ടത്. എന്നാലും മിഞ്ഞതൊക്കെ നല്ല മഴയായിരുന്നു. അതിൻ്റെ ചളി പിഴയാണ്. അപ്പോൾ നമ്മൾ മില്ലിൽ റിവേഴ്സ് ഇട്ട് നിർത്തിക്കണം. ആ ഗോഡൗണിൻ്റെ ഉള്ളിലൊരു നെല്ലിൻ്റെ വണ്ടിയാണ് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറൊരു ഐറ്റംസാണ് അരി. ജയാണ് തോന്നുന്നുണ്ട് കേട്ടോ.
എന്തായാലും ലോഡാക്കട്ടെ. അപ്പോൾ നമ്മൾ ലോഡിങ് ഫുള്ളായിട്ടുണ്ട്. ഇനി പായിടട്ടെ. 2 ഐറ്റംസ് അരിയുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ലോഡിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. പായടിൽ കയറലൊക്കെ കഴിഞ്ഞു. ക്ഷീണിച്ചു. നല്ല ചൂടാണ്. ഷീറ്റിൻ്റെ ചോട്ടായതുകൊണ്ട് കുറച്ച് പകുതി ഒരാക്കണ്ട. അപ്പം ഇങ്ങനെ നേരെ വണ്ടി മലപ്പുറത്തേക്ക്. നമ്മളിപ്പോൾ ലോഡ് കയറ്റി നഞ്ചങ്കോട് എത്താറായി. നഞ്ചങ്കോട് പഴയ പാലാണ്. അതിൻ്റെ അപ്പുറത്ത് റെയിൽവേ പാലം, ഇത് പുതിയ പാലം, അപ്പുറത്തൊരു പാലം. ആകെ പാലങ്ങളാണ്. നെഞ്ചങ്കോട് പേര് മാറ്റി നെഞ്ചമ്പാലാക്കണം അല്ലേ? അതൊക്കെ നെഞ്ചങ്കോട് പേര് മാറ്റി നെഞ്ചമ്പാലാക്കണം എന്ന് പറയാം. കുറേ പാലങ്ങളാണ്. പുതിയ ഒരു മേൽപ്പാലം പുതിയത് വേറെ ഒന്നും വന്നില്ലേ? വെൽക്കം ടു ദക്ഷിണ കാശി നെഞ്ചങ്കോട്. അപ്പോൾ ഗുണ്ടൽപേട്ട എത്തുന്നതിന് മുമ്പ് നാട് ബ്ലൂ ഫില്ലിംഗ് സ്റ്റേഷൻ എവിടെയാണ്? ഇവിടെ എത്ര റേറ്റ് വരുന്നത് നോക്കാം. റേറ്റ് ഇതിൽ കാണുന്നില്ലല്ലോ. ഇതിൻ്റെ റീഡിങ് ശരിക്കും ക്ലിയർ ഇല്ലായിട്ടാണ്. 41.52. ഇതിവിടെ ആഡ്ബ്ലൂ കൊണ്ടുവരുന്ന വണ്ടിയാണ്. സ്വാമി ട്രാൻസ്പോർട്ട്. അപ്പം നമ്മൾ ആഡ്ബ്ലൂ ഒക്കെ ഫില്ലപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡീസൽ കുറച്ച് അടിക്കാണ്ട് ഡീസൽ ഫുള്ളാക്കിയതാണ് നമ്മൾ മൈസൂരിൽ വന്നിട്ട്. അപ്പോൾ കുറച്ച് ഓടിയതല്ല. അപ്പോൾ ബാക്കി വേണ്ടി ഫുള്ളാക്കി പോയാലേ അപ്പോൾ ഡീസൽ ഫുള്ളായിക്കൊണ്ടിരിക്കണം. നമുക്കിപ്പോൾ നേരെ 6:30 മണിയായിട്ടുണ്ട്. എത്ര ലിറ്റർ പിടിച്ചു? 95. 74.40. 81 ലിറ്റർ. നാടുകാടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഉത്സവം എന്നാണ് തോന്നുന്നു. ലൈറ്റ് കൊണ്ടാണ് അലങ്കരിച്ചിട്ട്. ഉത്സവങ്ങളും ടൂറിസ്റ്റുകളും സ്കൂളില്ലാത്ത സീസൺ ആയതുകൊണ്ട് ഇവിടെ ലൈവ് വർക്ക് കിട്ടും. വാങ്ങിക്കണോ നിങ്ങളവിടെ വർക്ക് വാങ്ങിക്കണോ? ഇവിടെ നല്ല അടിപൊളി ചൂട് വർക്ക് കിട്ടും. ലൈവ് ഊട്ടി വർക്ക് കമ്പനി എന്നുണ്ട് ബോർഡ്. ഇയാളങ്ങോട്ട് അറിഞ്ഞിക്കണം. അപ്പോൾ നമ്മുടെ യാത്ര വഴിക്കടവ് എത്തിയിട്ടുണ്ട്. വഴിക്കടവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സമയം 10:45 എന്തായാലും കഴിക്കട്ടെ. രാവിലെ 6:30 മണിക്ക് കട തുറക്കുമെന്നാണ് പറഞ്ഞത് മലപ്പുറത്ത്. അപ്പോൾ ഇതിനകം അങ്ങനെ പതുക്കെ എത്തിയാൽ മതിയല്ലോ. എന്താ കഴിക്കാനുള്ളതെന്നാണ്. അപ്പം നമ്മൾ രാവിലെ സൺറൈസിൽ എത്തിയിട്ടോ 6 മണിക്ക്. നമ്മൾ വണ്ടി ലോഡിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പല ഷെഡുകളാണ്. ഗോഡൗണ്. ഇവിടെ രാവിലെ 6:30 പണി തുടങ്ങും. അപ്പോൾ ഇതാണ് ഗോഡൗൺ. സൺഡേസ് കോടൂർ, ചേളാരി, മലപ്പുറം, ഇടവണ്ണ.
അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ഇറക്കട്ടെ കേട്ടോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.